എല്ലാവർക്കും ഊരാൻ ലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി കീച്ചേരിക്കടുത്തുള്ള വയലക്കോട്ടത്തേക്കാണ്. ഇവിടെ രണ്ടാമത്തെ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് പഴശ്ശിഭഗവതിയുടെ പുറപ്പാടുണ്ടായത്. പഴശ്ശിഭഗവതി ആരാണെന്ന് നോക്കിയാൽ സാക്ഷാൽ യോഗമായ ദേവിയായ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ രൗദ്രമാർന്ന രൂപമാണ് പഴശ്ശിഭഗവതി. വസുദേവ ദേവകി പുത്രനായി കൃഷ്ണഭഗവാൻ അവതാര പിറവിയെടുക്കവേ യോഗമായ ദേവി അമ്പാടിയിൽ പിറവിയെടുക്കുന്നു. തന്നോടൊപ്പം പിറവിയെടുത്ത പരാശക്തിയെ ഭഗവാൻ കാട്ടിക്കൊടുത്തു. അങ്ങനെ ആദ്യം കണ്ണനെ കാട്ടിയും പിന്നീട് കണ്ണൻ കാട്ടിയ ഭഗവതിയുമായി യോഗമായ ദേവി യാദവ കുലദേവതയായി. ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തോറ്റമ്പാട്ടിലും മുമ്പ് സ്ഥാനത്തിലും തുടർന്നുള്ള ഐതിഹ്യമുണ്ട്. പരാശക്തി കൈലാസത്തിലെത്തി പരമശിവനെ വന്ദിക്കുന്നു. പരമശിവൻ ദേവിയെ പൊന്മകളായി സ്വീകരിച്ച് തൻ്റെ തന്നെ സൃഷ്ടികളായ 6ലും 60ലും ഉഗ്രപ്രതാപിയായി മാറി തിരുവായുധവും തിരുമുടിയും നൽകി. പിതാവിനെ വന്ദിച്ചു ശ്രീ കൈലാസം വലം വെച്ച് ഭൂമിയിലേക്ക് യാത്ര തിരിച്ച ദേവി വലിയ സോമൻ പെരുമല, ചെറിയ സോമൻ പെരുമല, കൊക്ക ശിരസ്, കൊടശിരസ്, വൈരത്ത് പെരുമല, പഴശ്ശിപ്പെരുമല എന്നിവ കടന്നു വന്ന് പയ്യാവൂർ പഴശ്ശിപ്പെരുമാളിൻ്റെ ദേവസംഗീതത്തിൽ എത്തി. അവിടെ നിന്നും ദേവി പഴശ്ശിപ്പെരുമാളെ കണ്ടു വന്ദിച്ചു. ഒരു വ്യാഴവട്ടക്കാലം പഴശ്ശിഭഗവതി എന്ന അപരനാമത്തിൽ കുടികൊണ്ടു. അങ്ങനെ ദേവിക്ക് പഴശ്ശിഭഗവതി എന്ന നാമം ലഭിച്ചു. സുഹൃത്ത്